എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് സദ്യ സ്പെഷ്യൽ കാളനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചേനയും കായയും കൂടെ വെച്ചുള്ള ഒരു കാളൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ചേന ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. കായയുടെ പകുതി മതി ചേന. രണ്ടും ഒരു മീഡിയം സൈസ് രീതിയിൽ കട്ട് ചെയ്യണം. കായയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു മീഡിയം സൈസ് രീതിയിൽ കട്ട് ചെയ്യണം. പിന്നെ ഇതിലേക്ക് വേണ്ടി അരപ്പിന് വേണ്ടിയതായ സാധനങ്ങൾ: തേങ്ങ, അരമുറി തേങ്ങ ഉണ്ട്, 2 പച്ചമുളകുണ്ട്, മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കടുക് താളിക്കാനായിട്ട് വേണ്ടിയത് വറ്റൽമുളകും വേണം, കറിവേപ്പിലയും വേണം. ബാക്കി മസാലയൊക്കെ ഞാൻ കറിയിൽ ചേർക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് രുചികരമായിട്ടുള്ള കാളൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചേന ഇതുപോലെ മീഡിയം സൈസാക്കി കട്ട് ചെയ്യുക. അതേപോലെ ചേന ചെത്തുമ്പം കൈ ചൊറിയും. അപ്പോൾ വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാവുള്ളൂ. ചേനയും കായയും ഈ ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. നാടൻ കറികളൊക്കെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതിന് വളരെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി, ഒത്തിരി ഇടണ്ട. കാരണം നമ്മുടെ കാളൻ്റെ കളറ് ഒരു യെല്ലോയിഷ് കളറാണ്, മഞ്ഞ കളറാണ് വേണ്ടി. അപ്പോൾ ഒത്തിരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാളൻ്റെ കളറ് ചേഞ്ച് ആകും. അതുകൊണ്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇത് നികത്തി വെള്ളം ഒഴിച്ചാൽ മതി. എല്ലാം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇത് മൂടി വെക്കാം. അപ്പം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. ഇത് വെന്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ടാൽ മതി. മൂടി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ചെറിയ ജാറിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് കാളൻ. അരമുറി തേങ്ങയും 2 പച്ചമുളകും മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നല്ല ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഫൈനായിട്ട് ഇത് അരയ്ക്കണം. ഇത് മിക്സിയുടെ ജാറിൽ അരയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒത്തിരി വെള്ളത്തിൽ ഇത് ഇടരുത്. ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിച്ചാൽ തേങ്ങ ശരിക്കും അരയത്തില്ല. ആദ്യം ചെറുതായിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ അരയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ തേങ്ങ നന്നായിട്ട് ഫൈനായിട്ട് അരയണം. അരഞ്ഞാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ തൈരിൻ്റെ കാര്യം പറയാൻ പറഞ്ഞത്, പുളിയുള്ള തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി പുളി കൂടി പോകരുത്. പുളി കൂടിയാലും കാളന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അത്യാവശ്യം പുളി വേണം. ഇപ്പം നമ്മുടെ കായും ചേനയും വെന്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 15 മിനിറ്റ് ആയിട്ട് ഇത് മൂടി വെച്ച് വേവിക്കുകയായിരുന്നു. ഇനി ഇത് മൂടി വെക്കുന്നില്ല, കാരണം ഇതിനകത്ത് വെള്ളം നമുക്ക് പറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം, ബാക്കി വരുന്ന വെള്ളമെല്ലാം ഞാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ആ അരപ്പ് ബാക്കിയുള്ളതെല്ലാം ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം അരപ്പൊന്ന് വേവട്ടെ. ഒരു 5 മിനിറ്റ്സ് മതി. അപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പൊക്കെ വേവും. ഇതിലോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തില്ല. നമുക്ക് തുറന്ന് കൊടുക്കാം. നമ്മുടെ അരപ്പ് വെന്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് തൈര് ചേർക്കാം. ഇത് പുളിയുള്ള തൈരാണ്. തൈര് ഒത്തിരി ഇളക്കേണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. തീ ഒരു മീഡിയം തീയിൽ വെക്കുക. തൈര് ചൂടായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ തീ ഓഫ് ചെയ്തു.
ഇനി നമുക്ക് കടുക് താളിക്കാം. ഈ ഒരു തിക്നെസ്സിൽ ആണ് ഇത് ഇത്രയും മതി കാളന്, ഒത്തിരി ലൂസാകാൻ പാടില്ല. കണ്ടോ ഈ ഒരു പരുവം. ഞാനൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് ഈ കറിക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ്. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുകയാണ്. ഇനി കറിവേപ്പില ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ട് കൊടുത്തു. കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതൊരു 5 മിനിറ്റിന് ശേഷം മാത്രമേ നിങ്ങൾ ഇളക്കുകയുള്ളൂ. അപ്പോഴത്തേക്ക് ഈ വെളിച്ചെണ്ണയൊക്കെ കറിയിലേക്ക് യോജിച്ച് വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അടുത്ത ഓണസദ്യ റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.